ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് W26+Pro എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 1600 രൂപ മാത്രമേ വില വരുന്നുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നവരോട് ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ വീഡിയോയിലോട്ട്. സോ അപ്പം ഇതാണ് W26+Pro എന്ന സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സൈഡിലേക്ക് നോക്കിയാൽ ലീഡിങ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പർ സൈഡിലാണെങ്കിൽ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് ഏതാണ് CPU, വാച്ചിൻ്റെ സൈസ്, അതുപോലെ തന്നെ ഓവറോൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ വാച്ചാണ് ഇവിടെ കിടക്കുന്നത്. സോ നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് ഇതിനു വെച്ച് ലഭിക്കുന്നത് ഒരു യൂസർ മാനുവലാണ്, ബുക്ക്ലെറ്റാണ് നമുക്ക് വരുന്നത്. ഇതിൽ ചൈനീസാണ് എഴുതിയിട്ടുള്ളത്, ചൈനീസ് ഭാഷയാണ്. അതുമാത്രമല്ല പുറകിലായിട്ട് ഇംഗ്ലീഷും വരുന്നുണ്ട്. സോ 2 ലാംഗ്വേജസ് ആയിട്ടുള്ള മാനുവൽ ബുക്കാണ് വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ചാർജിങ്ങിനായിട്ടുള്ള ഒരു മാഗ്നറ്റ് ആയിട്ടുള്ളൊരു കേബിളാണ് പിന്നീട് നമുക്ക് വരുന്നത്. സോ ഈ ഒരു ടൈപ്പിലുള്ളൊരു ചാർജിങ് കേബിളാണ് വരുന്നത്. സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. സോ എനിവേ നമുക്ക് വാച്ചിലേക്ക് വരാം. സോ അപ്പം ഇതാണ് W26+Pro എന്ന സ്മാർട്ട് വാച്ച്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ട് ലുക്കും നല്ലൊരു പ്രീമിയം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാച്ചിന് വരുന്നുണ്ട്. ഇനി ഈ ഒരു വാച്ചിൻ്റെ ഓവർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്പീക്കർ ഗ്രില്ലും വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ, അതിൽ തന്നെയാണ് ഒരു സ്ക്രോളിംഗ് ബട്ടൺ വരുന്നുണ്ട്. സോ ഇതിൻ്റെ എഡ്ജസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ഡിസൈൻ വരുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഡിസൈനാണ് ബാക്കിൽ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ചാർജിങ് കണക്ട് ചെയ്യാനുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് കണക്ട് ചെയ്യുക. പിന്നീട് സെൻട്രലായിട്ടാണ് ഇതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. നല്ലൊരു പ്രീമിയം ആയിട്ട് ഡിസൈൻ ബാക്കിലും ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ് വരുന്നത്. സ്ട്രാപ്പിലേക്ക് നോക്കിയാൽ നല്ലൊരു സിലിക്കോൺ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു സ്ട്രാപ്പാണ് ഇതിനൊന്നിച്ച് വരുന്നത്. പിന്നീട് ഇത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് താഴേക്ക് ഒന്ന് വലിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഊരാനും ഇടാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. അതിലൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഹോം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. വൈബ്രേഷൻ വരുന്നുണ്ട്. സോ ലോഡിങ് കാണിക്കുന്നുണ്ട്. വാച്ച് ഓണായി വന്നിട്ടുണ്ട്. സോ ഒരു റെയിൻബോയുടെ ഒരു ഫേസ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ മെയിൻ മെനു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെയിൻ മെനു നമുക്ക് ഹോം ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് സ്ക്രോൾ ചെയ്ത് നമുക്ക് സൂം ഔട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ വാച്ച് ഫേസസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ക്രോളിംഗ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാച്ച് ഫേസസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ QR കോഡ് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്കിതിനൊരു അപ്ലിക്കേഷൻ ഉണ്ട്, അത് എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. പിന്നീട് നമുക്ക് ഇവിടെ അലാറാമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, നമുക്ക് അലാറാം സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് നമുക്ക് മെയിൻ മെനുവിലെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സെറ്റ് ചെയ്തു ജസ്റ്റ് ബാക്ക് അടിക്കുക. സോ അപ്പം ഇതുപോലെ നമുക്ക് മെയിൻ മെനുവിൻ്റെ സ്റ്റൈല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇതിൽ അപ്ലിക്കേഷൻസൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നീട് ക്ലോക്ക് വരുന്നുണ്ട്, പിന്നീട് നോട്ടിഫിക്കേഷൻ, പിന്നീട് സൗണ്ട് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വോളിയം, ഡിസ്പ്ലേ, പിന്നീട് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റായിട്ട് ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ബ്രൈറ്റ്നസ് 5 ആണ്. ഫുള്ള് കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകുന്നുണ്ട്. സോ നല്ല ബ്രൈറ്റ് ആയിട്ട് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നീട് സ്ക്രീൻ ടൈം ഔട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം വരുന്നത് 16 സെക്കൻഡാണ്, 1 മിനിറ്റാണ് മാക്സിമം വരുന്നത്. പിന്നീട് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്ന സെൻസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നു നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൽ നമുക്ക് ഹേർട്ട് റേറ്റ് സെൻസറാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റണ്ണിൻ്റെ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് വാക്ക് നോക്കി നോക്കാം. സെൻസേഴ്സൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, പക്കയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.75 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 320x385 ആണ് റെസൊല്യൂഷൻ ആയിട്ട് വരുന്നത്. സോ നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം സൈസൊക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് വരുന്നത്.
പിന്നീട് ഈ ഒരു വാച്ചിൽ വരുന്നത് MTK250 2D എന്നൊരു മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറാണ് ഈ ഒരു വാച്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി റാമും സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 128 MB ആണ് റാമായിട്ട് വരുന്നത്, 128 MB തന്നെയാണ് സ്റ്റോറേജ് ആയിട്ടും വരുന്നത്. പിന്നീട് ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഫേസസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ വാച്ചിൽ ബ്ലൂടൂത്ത് ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് മൊബൈൽ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് M-Active എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം താഴത്തായിട്ട് നമുക്ക് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് ഡിവൈസ് എന്ന് കൊടുക്കാം. ജസ്റ്റ് അവിടെ കംപ്ലീറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പിന്നീട് അവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ വാച്ചിൻ്റെ പേര് വാച്ച് 6 എന്ന് കൊടുത്തിട്ടുണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് ഇടുന്ന നോട്ടിഫിക്കേഷൻസ്, നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനാണ് വേണ്ടത് നമുക്കത് എനേബിൾ ചെയ്യാം, വേണ്ടാത്ത നമുക്ക് ഡിസേബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നീട് നമുക്കിവിടെ വാച്ച് ഫേസസിൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് വാച്ച് ഫേസസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഫേസ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നീട് നമുക്കിവിടെ വേണ്ടി കസ്റ്റം എന്നൊരു ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫോട്ടോസ് നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് കൂടാതെ തന്നെ മറ്റൊരുപാട് ഓപ്ഷൻ, നമുക്ക് ടെക്സ്റ്റ് വരെ, നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നോർമലി ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജും ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണോ മെസ്സേജ് വരുന്നത് അങ്ങനെയുള്ള ഓവറോൾ എല്ലാ സെറ്റപ്പും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് വാച്ചിലും ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ ആയതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം, എത്രത്തോളമാണ് സ്പീക്കറിൻ്റെ സൗണ്ട് ഉള്ളത് നോക്കാം. സോ അത്യാവശ്യം നല്ലൊരു ലൗഡായിട്ടുള്ളൊരു സൗണ്ട് തന്നെയാണ് ഈ ഒരു വാച്ചിൻ്റെ സ്പീക്കറിൽ നിന്ന് വരുന്നത്. ഇനി ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 200 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. നിങ്ങൾ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 ഹവറോളം ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് ഓഫാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 to 3 days വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. സോ നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ഇനി ഒരു വാച്ചിനെ പറ്റി ഒരു ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു iWatch 6 സീരീസിൻ്റെ ഒക്കെ തന്നെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിന് വരുന്നുണ്ട്. അതും ഈ ഒരു 1600 പ്രൈസ് റേഞ്ചിൽ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1600 രൂപയ്ക്ക് ഒരു വേർത്തായിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അടിച്ച് പോകുമെന്നുള്ള കാര്യം അറിയില്ല, എന്നാലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അത്യാവശ്യം റെസിസ്റ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.